Hi everyone, welcome to Priya's Maths World. Last class, അതായത് സെറ്റ്സ് പാർട്ട് 2 നമ്മൾ എന്താണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് റെപ്രസെന്റിങ് സെറ്റ്സ്. വാട്ട് ആർ ദേ? റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, എല്ലാവരും എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് എം ഡി സെറ്റ്. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എം ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യം അല്ലേ, ഒന്നുമില്ല. എം ഡി സെറ്റ് ഓർ നൾ സെറ്റ്, അതർ നെയിം ഈസ് നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. വി ക്യാൻ കോൾ വോയിഡ് സെറ്റ്. An empty set is a set consisting of no elements at all. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെ പറയുന്ന പേരാണ് എം ഡി സെറ്റ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുമോ? A is equal to x such that x belongs to n and 2 less than x less than 3. X belongs to n means what? X is a natural number. 2നും 3നും ഇടയ്ക്കുള്ള ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം ഈ സെറ്റില് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അതിൽ നമുക്ക് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ് നമുക്ക് അല്ലെങ്കിൽ എം ഡി സെറ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റിന്റെ സിമ്പിൾ നൊട്ടേഷൻ എഴുതി അതിനകത്തൊന്നുമില്ല, ഇതിങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ 5, ഇതിനാണ് നൾ സെറ്റിന് 5 ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. നമുക്ക് എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ 5 ഓർ ഈ സെറ്റിന്റെ സിമ്പിൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതിനകത്തൊന്നുമില്ല, ഈ സെറ്റില് എലമെന്റ്സ് ഒന്നും ഇല്ല, അതിനാണ് എം ഡി സെറ്റ് എന്ന്. നെക്സ്റ്റ് എക്സാമ്പിൾ, b is equal to x such that x is an even prime number and x greater than 2. x ഒരു ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം, അതുപോലെ തന്നെ x 2നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെ ഒരു പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ആ സെറ്റില് ഒരു എലമെന്റ്സും ഇല്ല, അതൊരു എം ഡി സെറ്റിന് എക്സാമ്പിൾ ആണ്. only even prime number is 2. അപ്പൊ 2നേക്കാൾ കൂടുതലായിട്ട് ഒരു ഈവൻ പ്രൈം നമ്പറും ഇല്ല. അപ്പൊ അത് എന്തിനാ എക്സാമ്പിൾ ആണ്? എം ഡി സെറ്റിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾ ചൈൽഡ്, സിംഗിൾ ബോയ് ചൈൽഡ് ഉണ്ട്, സിംഗിൾ ഗേൾ ചൈൽഡ് ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഒരാൾ മാത്രം. എ സെറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി one element is called singleton set. An example, C. First one is C is equal to x such that x belongs to Z and x plus 4 is equal to 0. What is Z? Z represents which set? Integers. So x plus 4 is equal to 0. എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈക്വൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x is equal to -4. അപ്പൊ ഈ സെറ്റിലെ എലമെന്റ് -4 മാത്രമാണ്. ഇതൊരു ഇന്റിജർ ആണ്. ഇതില് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. It is an example of singleton set. Next one is D is equal to x such that x belongs to n and x is a prime factor of 16. What are the prime factors of 16? ഏതൊക്കെയാണ് 16ന്റെ പ്രൈം ഫാക്ടർ? നമുക്ക് 16 നമുക്ക് ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 4 2 2 1 ഇല്ലേ? അപ്പൊ എന്താണ് പ്രൈം ഫാക്ടർ? മീൻസ് ഓൺലി 2. ഇവിടെ 2 4 പ്രാവശ്യം വരുന്നുണ്ട്, പക്ഷെ നമുക്ക് സെറ്റിൽ നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, റിപ്പീറ്റ് ചെയ്യണ്ട. സോ ദ എലമെന്റ് ഈസ് set consists of only 2. This is the prime factor of 16. അപ്പൊ എം ഡി സെറ്റ് എന്നാന്ന് പറഞ്ഞു ഒരു സെറ്റില് ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതിന് എം ഡി സെറ്റ് എന്ന് പറയാം. സിംഗിൾട്ടൺ സെറ്റ് മീൻസ് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി one element. Next one is finite set. Finite set. Third is finite set. Finite set means set to be finite if it is an empty set or set consists of definite number of elements. Either it is an empty set or consists of definite number of elements is called a finite set. Another example പറയാമോ? First one,
A is equal to set x such or set of even natural numbers less than 20. അപ്പോൾ ഏതൊക്കെ വരും 2, 4, 6, 8 etc. 80 consists of only finite number. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന എലമെന്റ്സേ ഉള്ളൂ. അങ്ങനെ വരുന്ന സെറ്റ് എന്ന് പറയുന്നവരാണ് ഫൈനൈറ്റ് സെറ്റ്. വേറൊന്ന് പറയാമോ? B is the set. B is the set. Number of leaves in a tree. എന്നാ പറ്റുമോ? പറ്റും. നമുക്ക് ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പറ്റും. അതൊരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് ലീവ്സ് on a tree is an example of finite set. Otherwise it is called infinite set. That means if we cannot count the number of elements in a set, then it is called an infinite set. Infinite number of elements. Can you give an example of infinite set? Infinite set ഒരു example പറയാം. ഈ set of even numbers എന്ന് നമുക്ക് പറയാം. Set of even numbers means 2, 4, 6, 8 etc. not ending. This is an example of infinite set. Set of odd numbers. Set of reals. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ എത്ര റിയൽ നമ്പർ ഉണ്ടെന്ന്? ഇല്ല. Set of natural numbers, set of rational numbers, set of rational, all are examples of infinite set. Another one is C is a set such that x is the number of points on a line. X is the number of points on a line. Can you count the number of points on a line? There are infinite number of points, so it is an example of infinite set. Then next one is equal sets. Equal set. Two sets are said to be equal if they are of the same number of same elements as well as the number of elements also the same. So example, A is equal to set 1, 2, 3, 4. B is the set 2, 1, 3, 4. Same ആണോ? Elements ഉണ്ട്. അപ്പോൾ number of elements നമുക്ക് denote ചെയ്യാം. Number of elements in set A is n of A equal to 4, n of B equal to 4. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രം ഈക്വൽ സെറ്റ് ആവും? ഇല്ല. എന്തുകൂടെ വേണം? അതിൽ എലമെന്റ്സും കൂടി ഈക്വൽ ആവും. ഇനി എലമെന്റ്സ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ A is the set 1, 2, 3, 4, C is the set 6, 7, 8, 9. ഇങ്ങനെ രണ്ട് സെറ്റ് ആണെങ്കിൽ ഇതിന് ഈക്വൽ സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നമുക്ക് പറയാം A is equal to B. A and B are equal sets. But A and C are not equal set, but they are equivalent set. We can say that they are equivalent set. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ ഈക്വൽ ആയിട്ട് വരുന്നത്. എലമെന്റ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രം ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സെറ്റ് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇക്വലന്റ് സെറ്റ് എന്ന് പറയാം. അത് നമ്പർ ഓഫ് എലമെന്റ്സും എലമെന്റ്സും ഈക്വൽ ആയിട്ട് വരുന്നതിന് ഈക്വൽ സെറ്റ്. ഹിയർ A is equal to B എന്ന് നമുക്ക് പറയാം. For example, C is equal to x such that x is an even number less than 10. D is equal to x such that x is a factor of 8. X belongs to n. ഇവിടെ വേണേ ചേർക്കാം. X belongs to n and here also x belongs to n and x is an even. അങ്ങനെ പറയാം. അപ്പോൾ നോക്കിയേ, C എന്ന് പറയുന്ന സെറ്റിലെ എലിമെന്റ്സ് ഏതൊക്കെയായിരിക്കും? Even number less than 10 means very easy to
C is equals to 2, 4, 6, 8. D is equal to, X is a factor of 8. What are the factors of 8? Yes, correct. 1, 2, 4, 8. Okay, ഈ രണ്ട് സെറ്റിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് n of c എന്ന് പറയുന്നത് n of d എന്ന് പറയുന്നത് ഈക്വൽ ആണ്. പക്ഷെ നോക്കി എലമെന്റ്സ് സെയിം ആണോ? എല്ലാ എലമെന്റ്സും സെയിം ആണ്. 2 ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 6 ഇവിടെ ഇല്ല, ഇവിടെ 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഈക്വൽ സെറ്റ് ആണോ? അല്ല. C not equal to D. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എത്ര ടൈപ്പിലുള്ള സെറ്റ്സ് ഇപ്പൊ പഠിച്ചു? empty set means it contains no elements. Second one, singleton set contains only one element. Finite set means it has definite number of elements. It can be an empty set also. Then infinite set means infinite number of, that means uncountable number of elements. Then equal set, so two sets are said to be equal. The number of elements as well as the elements are same. Then equivalent set also there. Equivalent set means only the number of elements are same, then we can say that those sets are equivalent set. Okay? അപ്പോൾ നമ്മൾ 5 തരത്തിലുള്ള സെറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ അതിന്റെ ബേസിൽ distinguish the following sets as finite, infinite, empty or singleton set. Empty set, finite set, infinite set, singleton set, equal set വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എക്സാം നമ്മൾ സ്പേസ് കുറവാണല്ലേ. അപ്പോൾ ഇത്രയും ഇതിലേതാണ് നമുക്കിവിടെ. Look at the first one. A is equal set of all points on the circumference of a circle. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള പോയിന്റ്സിന്റെ എല്ലാം സെറ്റ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ പോയിന്റ്സ് എല്ലാം? ഇല്ല. So which is an example of infinite set. It is an infinite set. Then next one is B is equal to set x such that x belongs to R 0 less than x less than 1. R means set of reals. 0ക്കും 1നും ഇടയ്ക്കുള്ള റിയൽ. എത്ര റിയൽ നമ്പർ ഉണ്ട്? Can you count it? റാഷണൽ എല്ലാം ഉൾപ്പെടും. അപ്പൊ നമുക്കത് 0.1 ഉണ്ട്, അതിന്റെ 0.0001, 0.002 ഇങ്ങനെ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിറ്റ് നമ്പർ അല്ല, ഇൻഫിനിറ്റ് നമ്പർ ആണ്. So this is an example of infinite set. Third one is C set of prime factors of 6. 6ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? Yes, 2. നമുക്ക് സെറ്റ് നൊട്ടേഷൻ 2 and 3. എത്ര എലിമെന്റ്സ് ഉണ്ട് ഇവിടെ? 2 എന്ന് പറയുമ്പോൾ അത് ഏതൊരു എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റ്. ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. Then next one is fourth one. D is equal to x such that x belongs to n 2x plus 5 is equal 6. 2x plus തന്നെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ 2x plus 5 is equal to 6. But 2x equal to 6 minus 5 equal to 1. X is equal to 1 by 2. ഇവിടെ പറഞ്ഞിരിക്കുന്ന x belongs to what? n. n is a natural number. 1 by 2. Is it a natural number? No. That means this set contains no elements. So it is an example of empty set. കാരണം 1 by 2 ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഇവിടെ നാച്ചുറൽ നമ്പർ മാത്രമേ പരിഗണിക്കുള്ളൂ. Okay. Question number 5. Is equal to x such that x belongs to n 1 less than x less than or equal to 2. ഇവിടെ x belongs to n എന്നാ പറയുക. n is a natural number. So 1നും ഇവിടെ ഈക്വൽ ടു ഇവിടെ വന്നിട്ടോ. അപ്പൊ 2 ഇവിടെ ഉണ്ട്. അപ്പൊ 1 വരത്തില്ല അല്ലേ? അപ്പൊ ഏതാ വരുന്നതിന്റെ? 2n. Set 2. How many elements? Only 1. So it is a singleton set. Singleton set. The last one is f is equal to x such that x belongs to w x plus 3 less than 3. W means whole number. X plus 3 less than 3. അങ്ങനെ ഒരു whole number പറയാൻ പറ്റുമോ? x plus 3 less than 3 എന്ന് പറയുമ്പോൾ x എന്ന് പറയാം.
ലെസ് ദാൻ 3 വരണമെങ്കിൽ ഇവിടെ 0 കൊടുത്താൽ വരാം ഈക്വൽ ടു 3 ആവുന്നത് അല്ലേ. 0ക്ക് താഴെ ഒരു നമ്പർ കൊടുത്തെങ്കിൽ ലെസ് ദാൻ 3 ആകത്തുള്ളൂ. അപ്പോൾ 0ക്ക് താഴെ വരുന്ന നമ്പേഴ്സ് ഒന്നും ഹോൾ നമ്പർ അല്ല. Therefore it is an example of an empty set. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഈക്വൽ സെറ്റ്സ് ഈക്വൽ സൈൻ രണ്ടൊന്ന് എക്സാമ്പിൾ കൂടെ ചെയ്യാം. Which of the following pairs of sets are equal sets? First question, first pair is A is the set X such that X is the letters of the word alloy. Second one is B is the set X such that X is the letter of the word loyal. First pair, and the second pair is C is equal to set of prime factors D is the set of even numbers less than 10. Look at the first example. A is equal to X is the letters of the word alloy. What are the elements of this? നമുക്ക് ഇത് സെറ്റ് നൊട്ടേഷൻ എഴുതുമ്പോൾ ഇതിൽ എങ്ങനെ എഴുതാൻ പറ്റും? A is equal to elements A, L. L രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ O, Y. ഇനി ബിയിലെ എലമെന്റ്സ് നോക്കിയേ. L, O, Y, A. L ഇനി വീണ്ടും എഴുതണ്ട, ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നോക്കി ഇത് തന്നെയാണ്. A ഇവിടെ ഉണ്ട്, L ഇവിടെ ഉണ്ട്, O ഉണ്ട്, Y ഉണ്ട്. They are equal. So we can say that A and B are equal set. A is equal to B. Look at the next one. Set of prime number 5 factors of 16. Set of even numbers less than 10. Where are the prime factors of 16? 2, 4, 8, 16 are the factors. So prime factor is only 2, is it not? Then set of even numbers less than 10. 2, 4, 6, 8. Are they equal? No. So C not equal to D. Another example. Third one. E is equal to set X such that X belongs to n X square minus 4 less than or equal to 4. X square less than or equal to 4. F set X such that X belongs to n X square equal to 4. Z കൊടുത്തു n വേണ്ട കേട്ടോ. ശരി നോക്കിയേ. X belongs to Z X square less than or equal to 4 എന്ന് പറയുമ്പം ഈ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെ ആയിരിക്കും? X 1 എടുത്താൽ X squareന്റെ വാല്യൂ ലെസ് ദാൻ 4 ആയിരിക്കും. 1 എടുക്കാം, -1 എടുക്കാം, ഇന്റിജർ അല്ലേ. 2 എടുക്കാം, -2 എടുക്കാം, 3 എടുക്കാൻ പറ്റുമോ? അത് കൂടുതലാവും. 3 square is 9. So these are the elements. ഇവിടെ നോക്കിയേ. X square is equal to 4. Then what are the solution?
x is equal to square root of 4 means plus or minus 2. Minus 2 plus 2. Are they equal? No. So E not equal to F. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ പഠിച്ചു. empty set, singleton set, finite set, infinite set, equal sets and equivalent sets also. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് 1.2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണത്. അത് നിങ്ങൾ തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് അത് ചെയ്യണം. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സബ്സെറ്റ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വളരെ സിമ്പിളാണ്. അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത വീഡിയോ കിട്ടണമെങ്കിൽ. ഓക്കെ, ടിൽ ദെൻ ബൈ.